Hello friends, welcome to 𝙑𝙤𝙙𝙬𝙯 സ്വാഗതം. എൻ്റെ പേര് അജയ്. എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു ICICI ബാങ്കിൻ്റെ ഒരു ക്രെഡിറ്റ് കാർഡാണ്. അതായത് എക്സ്പ്രഷൻ ക്രെഡിറ്റ് കാർഡാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ചിലപ്പോൾ ആമസോൺ പേ ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് എക്സ്പ്രഷൻ ക്രെഡിറ്റ് കാർഡ് നമുക്ക് വേണമെങ്കിൽ ഷെയർഡ് കാർഡായിട്ട് നമുക്ക് കിട്ടാം. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ആമസോൺ പേ ICICI ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിന് നമുക്ക് ICICI ബാങ്കിൻ്റെ സ്പെസിഫിക് ആയിട്ട് വരുന്ന ഓഫേഴ്സൊന്നും അപ്ലിക്കബിൾ അല്ല. നമുക്കിത് ഇറങ്ങിയ സമയത്തൊക്കെ അപ്ലിക്കബിൾ ആയിരുന്നു, പക്ഷേ റീസെൻ്റ്ലി പിന്നെ അത് എല്ലാം മാറ്റി അത് സെപ്പറേറ്റ് ആക്കി മാറ്റി. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ ICICI ബാങ്കിന് ഇപ്പോൾ ഒരു 3000-4000 ഓഫർ എന്ന് വെച്ചാൽ ഇൻസ്റ്റൻറ്റ് ക്യാഷ് ബാക്ക് എന്ന് പറഞ്ഞൊരു ഓഫറൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആമസോൺ പേയുടെ ICICI ബാങ്കിൻ്റെ കാർഡ് വെച്ച് വാങ്ങിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ വാങ്ങിക്കാൻ പറ്റില്ലെന്നല്ല, അതിന് ആ ഓഫർ അപ്ലിക്കബിൾ ആവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു ICICI ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉള്ളത് എന്തായാലും നന്നായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആക്ച്വലി ഇവർ ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ICICI ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് നമുക്ക് ഷെയർ ചെയ്തിട്ട് നമുക്ക് വേറൊരു നോർമൽ ICICI ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് എടുക്കാം. അങ്ങനെ എടുക്കാൻ പറ്റുന്നൊരു ക്രെഡിറ്റ് കാർഡാണ് നമ്മുടെ ICICI ബാങ്കിൻ്റെ എക്സ്പ്രഷൻ ക്രെഡിറ്റ് കാർഡ് കേട്ടോ. ഇത് നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ലിമിറ്റ് നമുക്ക് എങ്ങനെ എത്ര കിട്ടിയത്, അതുപോലെ തന്നെ കാർഡിൻ്റെ ഡിസൈൻ നമുക്ക് ആക്ച്വലി നമുക്ക് പേഴ്സണലൈസ്ഡ് കാർഡാണ്. നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫോട്ടോ വെച്ചിട്ട് കാർഡ് അടുപ്പിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് അതിൽ നമ്മുടെ ആപ്പിൽ തന്നെ കുറേ ഇഷ്ടം പോലെ കുറേ ഇൻബിൽഡായിട്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി നമ്മുടെ ഒരു ഇൻബിൽഡായിട്ടുള്ള ഫോട്ടോ വെച്ചിട്ട് തന്നെ എടുത്തു. ഞാൻ എന്തായാലും കാർഡും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നമ്മുടെ ഒരു എന്താ പറയുക, ഒരു ഡോഗിൻ്റെ ഫോട്ടോ, ഒരു ലാബ്രഡോറിൻ്റെ ഫോട്ടോ വെച്ചിട്ട് നമ്മൾ പ്രിൻ്റ് ചെയ്യിച്ച കാർഡ്. ഇത് ആക്ച്വലി നമുക്ക് കൊടുത്തിട്ടൊരു 1 വീക്കിനുള്ളിൽ തന്നെ കിട്ടിയിട്ട് നമുക്ക് ബ്ലൂ ഡോട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ആമസോൺ പേ ക്രെഡിറ്റ് കാർഡിൻ്റെ വന്ന സമയത്ത് നമുക്ക് ആക്ച്വലി അത് അവർ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യ പോസ്റ്റ് വഴിയായിരുന്നു. അപ്പോൾ ഇന്ത്യ പോസ്റ്റ് സംഭവം വേഗം ഇവിടെ എത്തിനാന്ന്, പക്ഷേ അവർ ഡെലിവറിയും കാര്യങ്ങളൊന്നും ചെയ്യണമെന്നില്ല. അപ്പോൾ ഞാൻ ആക്ച്വലി പോയി വാങ്ങിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആക്ച്വലി ഇത് ഓർഡർ ചെയ്തപ്പോൾ തന്നെ നമ്മൾ അവരുടെ ഒരു റിക്വസ്റ്റ് ചെയ്യണം, നമുക്ക് ബ്ലൂ ഡാർട്ട് മതി. എന്ന് വെച്ചാൽ നമ്മുടെ ഏരിയയിൽ ഏറ്റവും നല്ല സർവീസ് ബ്ലൂ ഡാർട്ടിൻ്റെയാണ്. അപ്പോൾ നമ്മളത് ഒരു മെയിൽ പോലെ നമ്മൾ അവർക്ക് റിപ്ലൈ കൊടുത്ത് ചിലപ്പോഴല്ല ഒരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു അവർക്ക്. ആക്ച്വലി അതിന് റിപ്ലൈയും കാര്യങ്ങളൊന്നും വന്നില്ല, പക്ഷേ അവർ സാധനം കാർഡ് റെഡി ആയപ്പോൾ അവർ സെൻഡ് ചെയ്തത് ബ്ലൂ ഡാർട്ട് വഴി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 2 ദിവസങ്ങളിൽ കാർഡ് കിട്ടി. ഇന്നലെ കാർഡ് കിട്ടിയിരുന്നു. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇവിടെ അവൈലബിൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇന്ന് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് പാക്കേജിങ്ങുകളൊക്കെ ഞാൻ റീസെൻ്റ്ലി അടുത്തായിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാക്കേജ് ആവുന്നതൊക്കെ എന്താ നോർമൽ നമ്മുടെ ICICI ബാങ്കിൻ്റെ കാർഡ് വരുന്ന ഒരു പാക്കേജ് തന്നെയാണ് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, എക്സ്പ്രഷൻ കാർഡ് എന്ന് പറയുന്നത് ഒരു സ്റ്റാർട്ടിങ് കാർഡ് തന്നെയാണ്. ഒരു ഷോപ്പിംഗ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ബുക്ക് മൈ ഷോയിൽ ഓഫേഴ്സ് ഉണ്ട്, buy one get one ഫ്രീ കാർഡ് സംഭവങ്ങളൊക്കെ ഉണ്ട്, പേ ബാക്ക് പോയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ അങ്ങനെ അത്രയ്ക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പോകുന്നില്ല. ഞാൻ എന്തായാലും ഇത് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത്, അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഞാൻ അതിൽ ആപ്പിൽ തന്നെ കാണിക്കില്ല. അപ്പോൾ അതിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഇത് ആക്ച്വലി ഫ്രീ കാർഡല്ല, നമുക്ക് ജോയിനിങ് ഫീസായിട്ട് 499 പ്ലസ് GST വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാൻ ഞാനപ്പോൾ എന്തായാലും നമ്മുടെ മൊബൈലിൽ ഇതിന് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ മൊബൈലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ പ്രൊസീജിയർ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ iMobile ആപ്പിലേക്ക് പോകും. അപ്പോൾ ഞാൻ iMobile ആപ്പ് ഒന്ന് എടുക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് അതിൽ തന്നെ സ്റ്റെപ്സ് കാണിക്കും. നമ്മുടെ ആമസോൺ പേ കാർഡിൻ്റെ ഉള്ള സമയത്ത് തന്നെ നമുക്ക് അതിൽ സ്റ്റെപ്സ് കാണിക്കും. അപ്പോൾ ഞാൻ അതിന് മുമ്പ് നമ്മുടെ ട്രാവൽ കാർഡ് ഇതുവരെ തന്നെ ICICI ബാങ്കിൻ്റെ ട്രാവൽ കാർഡ് കിട്ടിയതിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എന്തായാലും ഹോം പേജ് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ iMobile ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് വരിക. നമ്മുടെ കാർഡും ഡീറ്റെയിൽസൊക്കെ മുകളിൽ വരും. ഞാനിത് ആക്ച്വലി ബ്ലർ ചെയ്തിട്ട് അതിൽ മൈ കാർഡ്സിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഏതൊക്കെ കാർഡ് ഉണ്ടെന്ന് കാണിക്കും നമുക്കിവിടെ. അപ്പോൾ എൻ്റെ ഓൾറെഡി ആമസോൺ പേ കാർഡ് കാണിക്കുന്നുണ്ട്, ഇന്റർമൈൽ സ്കോറൽ ക്രെഡിറ്റ് കാർഡ് കാണിക്കുന്നത്. അതായത് നമ്മുടെ ട്രാവൽ കാർഡ് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞത്. ഇത് ആക്ച്വലി നമ്മുടെ ഇതിലേക്ക് വന്നിട്ടില്ല കേട്ടോ. നമ്മുടെ എക്സ്പ്രഷൻ കാർഡ് നമുക്ക് ആക്ച്വലി മൊബൈലിലേക്ക് അപ്ഡേറ്റ് ആയിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞൊരു 2 to 3 days എടുക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. നമുക്ക് താഴെ കാണാം, ഈ മൈ കാർഡ്സിന് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ എക്സ്പ്രഷൻ ക്രെഡിറ്റ് കാർഡ് കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ. വിത്ത് ദ ICICI ബാങ്ക് എക്സ്പ്രഷൻ ക്രെഡിറ്റ് കാർഡ്, personalize your card to make it as unique as your pick and choose from 175 have some designs or choose. നമുക്ക് തന്നെ അവർക്ക് തന്നെ അവരുടെ ഡിസൈൻ ഗാലറിയാണ് ഈ കാണുന്നത് കണ്ടു. 175 പ്ലസ് ഡിസൈൻസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺ പിക്സോ അങ്ങനെ സംഭവങ്ങളൊക്കെ ചെയ്യാം. ഇതിൻ്റെ ഡീറ്റെയിൽസാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് 3 പേ ബാക്സ് റിവാർഡ് പോയിൻറ്റ്സ് ആണ് നമുക്ക് പെർ 100 rupees സ്പെൻഡ് ചെയ്യുമ്പോൾ കിട്ടുക. അതുപോലെ തന്നെ 2 മൂവി ടിക്കറ്റ് പെർ മന്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ 100 rupees ഡിസ്കൗണ്ടും കിട്ടുന്നുണ്ട് ബുക്ക് മൈ ഷോയിൽ. പിന്നെ 1 കോംപ്ലിമെൻ്ററി ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചും വിസിറ്റിംഗ് എല്ലാം കിട്ടുന്നത്. അതായത് നമുക്ക് എന്താ വെച്ചാൽ ആമസോൺ പേയിൽ ഇല്ലാത്തൊക്കെ ഓഫേഴ്സൊക്കെ എന്ന് വെച്ചാൽ ഒരു ബെനിഫിറ്റ്സ് ഒക്കെ നമുക്ക് ഈ കാർഡ് എടുത്താൽ കിട്ടും. അതാണ് ശരിക്കും ആക്ച്വലി എന്താ വെച്ചാൽ അതിൽ നമുക്ക് എയർപോർട്ട് ലോഞ്ചും കാര്യങ്ങളൊന്നും ഇല്ല. അതുപോലെ തന്നെ എന്താ പറയുക, ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്കിയുള്ള ICICI ബാങ്കിൻ്റെ ഓഫേഴ്സ് വരുമ്പോൾ നമുക്ക് ആമസോൺ പേ കാർഡ് കൊണ്ട് പറ്റില്ല എന്ന് വെച്ചാൽ അത് അപ്ലിക്കബിൾ അല്ല. അപ്പോൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് അവർ ഓഫർ വെച്ചിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷേ ഇത് ഫ്രീ കാർഡ് അല്ലാതെ മാത്രം
മിനിമം 15% സേവിങ്സ് ഓൺ ഡൈനിങ്സ് വരുന്നുണ്ട് നമുക്ക്. പിന്നെ ജോയിനിങ് ഫീസ് ആയിട്ട് 499 പ്ലസ് GST ആണ് വരുന്നത് കേട്ടോ. രണ്ടും സെയിം ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ആനുവൽ ഫീസ് വേവ് ഓഫ് ചെയ്യാം. വേണമെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് 1,50,000 സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ഫീ വേവ് ഓഫ് കിട്ടും. അപ്പോൾ നമ്മൾ എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഇത് അഗ്രി ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ പിക്ക് വേണമെങ്കിൽ ഈ അപ്ലോഡ് പിക്ക് അല്ലെങ്കിൽ ചൂസ് ഫ്രം യുവർ ഡിസൈൻ കൊടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക, കാർഡ് സെലക്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ സംഭവം പ്രോസസ്സിംഗ് ആയിരിക്കും. ഒരു 1 വീക്കിനുള്ള സംഭവം കിട്ടും. അത് ബ്ലർ ചെയ്യും. എൻ്റെ എക്സ്പ്രഷൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൂടെ വന്നിട്ടില്ല കേട്ടോ. അതിൽ കൊടുത്തേക്കുന്നത് ഇൻ്റർമൈൽ സ്കോറിൽ നിന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി 3 കാർഡ് പോകും. അപ്പോൾ ഇത് 2 എൻ്റെ ഫ്രീ കാർഡാണ്. അപ്പോൾ ഇതാണ് മാത്രമാണ് പക്ഷേ ഇത് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ അപ്ലൈ ചെയ്യുന്നത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എന്താ പറയുക ഇതിൻ്റെ അൺബോക്സിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ കാർഡിൻ്റെ ബോക്സ് എന്ന് പറയാൻ പറ്റില്ല. കാർഡ് വന്നേക്കുന്ന പാക്കറ്റ് ഇങ്ങനെയാണ് കേട്ടോ. നമുക്ക് നോർമൽ നമ്മുടെ ICICI ബാങ്കിൻ്റെ വന്നേക്കുന്ന പോലെ തന്നെ നമ്മുടെ 75 ആസാദി കാ അമൃത് അവാർഡ്സ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എഴുതിയിട്ടുണ്ട് നമ്മുടെ എക്സ്പ്രഷൻ കാർഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ICICI ബാങ്കിൻ്റെ എക്സ്പ്രഷൻ ക്രെഡിറ്റ് കാർഡാണ്. അതായത് ആമസോൺ പേ കാർഡ് ഉള്ളവർക്ക് നമുക്ക് ഒരു സെപ്പറേറ്റ് വേറെ ഒരു ഷെയർഡ് കാർഡ് എടുക്കണമെന്ന ഒരു ടൈപ്പ് ഉള്ള കാർഡാണ്. ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കാർഡാണ് നമുക്ക് ആമസോൺ പേൻ്റെ അതേ ക്രെഡിറ്റ് ലിമിറ്റാണ് നമുക്ക് ഇതിലുണ്ടാവുക. അപ്പോൾ ഇത് എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആക്ച്വലി അവരോട് ബ്ലൂ ഡാർട്ട് വഴി അയച്ചാൽ മതി എന്ന് അവരോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് ബ്ലൂ ഡാർട്ട് തന്നെയായിരുന്നു. നമ്മുടെ ആമസോൺ പേ വന്നിട്ടുണ്ടായിരുന്നത് ഇന്ത്യ പോസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ എനിക്ക് അവിടെ പോയി വാങ്ങിക്കാനൊന്നും ഇത് ആക്ച്വലി കറക്റ്റ് 2 ദിവസമായി ഇപ്പോൾ ഡെലിവറി ചെയ്തു. ഞാൻ അവിടെ വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ വീട്ടിൽ കൊടുത്ത് പോയിക്കായിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൂടെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പേരും മാത്രം കൂടെ കാണാം. ബാക്കിയൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് എക്സ്പ്രഷൻ കാർഡ് നമ്മളോട് ഇവിടെ എഴുതിയിട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാനായിരിക്കും. ICICI ബാങ്ക് എക്സ്പ്രഷൻ കാർഡ് എടുക്കണം എഴുതിയിട്ടുണ്ട്. സീൽഡ് പാക്കറ്റ് തന്നെയാണ്. നമുക്കെന്തായാലും ഇവിടെ കട്ട് ചെയ്യാം. ഇത് നോർമൽ നമ്മുടെ മുകളിൽ കട്ട് ചെയ്യാം. അത് നല്ലതെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ സീല് പൊട്ടിക്കാൻ പോയി കഴിഞ്ഞാൽ മോസ്റ്റ്ലി പാക്കറ്റ് എലമ്പാവും. ഇതിൻ്റെ ഇത് മാറ്റാറായിട്ട് തോന്നുന്നുണ്ട്. നമ്മുടെ അതിൻ്റെ ഈ സിസറിൻ്റെ മൂർച്ചയൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഫുള്ള് ഇങ്ങനെ കട്ട് ചെയ്യാം. നല്ല സീൽഡ് പാക്കറ്റാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഈ ഇവരുടെ ടേപ്പ് ഉണ്ടല്ലോ, ഇത് കട്ട് ചെയ്യണമെങ്കിൽ ഭയങ്കര പാടാണ് ഈ ടേപ്പ്. ഞാൻ ആക്ച്വലി നമ്മുടെ നോർമൽ ടേപ്പ് പോലെ വിചാരിച്ചിട്ട് ഞാൻ ആക്ച്വലി ഇപ്പോൾ നമ്മുടെ ആമസോൺ പേ കാർഡ് ഞാൻ അൺബോക്സ് ചെയ്യുമ്പോൾ കണ്ടായിരിക്കും. അതേപോലെ ഞാൻ കട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളിത് കട്ട് ചെയ്തിട്ടുണ്ട്. ഉള്ളിലൊന്നും പറ്റിയില്ല ഭാഗത്തിന്. അപ്പോൾ ഇതിൽ വേറെ ഒന്നുമില്ല, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഇത് ഓപ്പൺ ചെയ്യാണ്. കാർഡ് നമുക്ക് എങ്ങനത്തെ കൊടുക്കാം. ഞാൻ ആക്ച്വലി പടം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നാണ്. എനിക്ക് അത് തന്നെയാണ് വന്നതെന്ന് അറിയില്ല. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഇതിലൊരു ICICI ബാങ്ക് എടുക്കാൻ്റെ എഫക്റ്റ് ആയ സംഭവമുണ്ട്. ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ICICIൻ്റെ ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാൽ അത് എന്തൊക്കെ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നതിനെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഉണ്ട്. വാട്ട് ഈസ് ആൻ ICICI കോൺടാക്ട് ലെസ്സിനെ കുറിച്ചൊക്കെയാണ് കേട്ടോ. അതായത് NFC കുറിച്ചൊക്കെയാണ്. ഹൗ ഡസ് ഇറ്റ് വർക്ക്, അതിൻ്റെ ബെനിഫിറ്റ് എന്താ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കറിയാം എല്ലാ ഇപ്പോൾ കോൺടാക്ട് ലെസ് കാർഡ് തന്നെയാണ് വരുന്നത്. പിന്നെ ചിപ്പും പിന്നിൻ്റെയും കാര്യങ്ങളൊക്കെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് നമ്മുടെ ഡീറ്റെയിൽസ് കറക്റ്റ് മടക്കി വെച്ചിട്ട് ഞാൻ ആക്ച്വലി അങ്ങനെ കാണിച്ചു തരാം. എന്ന് വെച്ചാൽ നമ്മുടെ പേരും ഡീറ്റെയിൽസൊക്കെ ഉണ്ടാവും മുകളിലായിട്ട്. അപ്പോൾ ഞാൻ പേരും ഡീറ്റെയിൽസും കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ യുവർ പേഴ്സണലൈസ് ICICI ബാങ്ക് എക്സ്പ്രഷൻ ക്രെഡിറ്റ് കാർഡ് ഓഫേഴ്സ് എ ഹോസ്റ്റ് ഓഫ് അമേസിംഗ് പ്രിവിലേജസ് പവർഡ് ബൈ ഡൈനിങ് ഡിസ്കൗണ്ട്സ്, മൂവി ഓഫേഴ്സ്, ഇന്റർനാഷണൽ അക്സെപ്റ്റൻസ് ആൻഡ് മോർ. ദ കാർഡ് ഓൾസോ കംസ് വിത്ത് എ ചിപ്പ് ആൻഡ് പേഴ്സണലൈസ്. അത് നിങ്ങൾക്ക് അറിയായിരിക്കും. പിന്നെ ഇതിൽ നമുക്ക് കോൺടാക്ട് ലെസ് ആയിട്ട് 5,000 വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ടാപ്പ് ആൻഡ് പേ നിങ്ങൾക്ക് അറിയായിരിക്കും. അത് മോസ്റ്റ്ലി ഓഫ് ചെയ്ത് വയ്ക്കായിരിക്കും നല്ല കേട്ടോ. ഇതിൽ ലിമിറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കാർഡ് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാർഡ് നമ്പറിൻ്റെ കുറച്ച് നമ്മുടെ ബ്ലർ ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ ക്യാഷ് വിഡ്രോവൽ നമുക്ക് 26,000 കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ക്രെഡിറ്റ് ലിമിറ്റ് 2,60,60,000 കൊടുത്തേക്കുന്നത്. നമ്മുടെ നോർമൽ ആമസോൺ പേൻ്റെ ഇത് ഷെയർഡ് കാർഡാണ് ആക്ച്വലി. അപ്പോൾ ഇതാണ് നമ്മുടെ കാർഡ് വന്നേക്കുന്നത്. ഇത് കാർഡിൽ ഞാൻ പടം കൊടുത്തേക്കുന്നത് ഒരു ഡോഗിൻ്റെ പടമാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ എങ്ങനെയാണ് നമുക്കിപ്പോൾ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ചെറുതായിട്ട് വന്നു ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനത് ബ്ലർ ചെയ്തിട്ട് അപ്പോൾ ഞാനിത് കാർഡ് ഒന്ന് എടുക്കട്ടെ. പടം കാണിച്ചു തരാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഇതിൻ്റെ ബാക്കിലും കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അത് നോർമൽ നമ്മുടെ ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നതും പിന്നെ ജനറേഷൻ ചെയ്യുന്നതും ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഇത് സെയിം തന്നെ, ആമസോൺ പേൻ്റെ സെയിം തന്നെയാണ്. അപ്പോൾ ഞാൻ കാർഡ് എടുക്കട്ടെ. ഇത് കാർഡിൻ്റെ കാണിച്ചു തരാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇത് നമ്പർ ഫ്രണ്ടിലാണ്. അപ്പോൾ ബാക്കിൽ ടൈപ്പ് കാർഡാണെങ്കിൽ നല്ല സുഖമാണ്. ശരിക്കും ആക്ച്വലി ഞാനത് എടുത്തിട്ടുണ്ട്. ഇത് അവർ ഓൾറെഡി കവർ ചെയ്ത് തന്നിട്ടുണ്ട്. ഉണ്ടോ നമുക്ക് ഇങ്ങനെയാണ് ഞാൻ സെലക്ട് ചെയ്ത് അതേ പടം തന്നെയാണ് വന്നേക്കുന്നത്. ഡോഗിൻ്റെ NFC നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. ICICI ബാങ്കിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് പേഴ്സണലൈസ് കാരണം നമുക്ക് നമ്മുടെ പടം വേണമെങ്കിൽ കൊടുക്കാം. ഞാനിപ്പോൾ അതിലുണ്ടാകുന്ന ഒരു നല്ലൊരു പടം നോക്കി കൊടുത്താണ്. ലാബർഡോറിനെ കൊടുത്താണ്. അപ്പോൾ എൻ്റെ ഓൾറെഡി വീട്ടിൽ നമ്മുടെ ലാബർഡോറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കാർഡ് വന്നേക്കുന്നത്. കാർഡ് നമ്മുടെ നോർമൽ സ്റ്റൈൽ തന്നെയാണ്. ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ
വിസ പ്ലാറ്റിനം തന്നെയാണ്. പക്ഷേ ഈ പടം കാരണം ചില വേർഡ്സ് ഒന്നും കറക്റ്റ് ക്ലിയർ അല്ല. വിസേൻ്റെ പ്ലാറ്റിനം ഒന്നും കാണാൻ പറ്റുന്നില്ല. അതുപോലെ NFC ലോഗോ ചെറുതായിട്ട് വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ ചെറിയ മങ്ങലായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ കാർഡ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അത് ആമസോൺ പേ ഉള്ളവർക്കൊക്കെ ഞാൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ സ്റ്റെപ്പ് നമ്മൾ വേറെ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. എന്തെങ്കിലും സംശയങ്ങളുടെ കമൻറ്റ് ചെയ്യാനും മറക്കണം. നമ്മളടുത്ത് അപ്പോൾ എല്ലാ കമൻറ്റും റിപ്ലൈ ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാം നമ്മുടെ 24 hours ഉള്ളിൽ റിപ്ലൈ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം.